ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഇന്നലെ ലൈവായി കണ്ട് അതിൻ്റെ ഒരു പേടി മാറാതെ നിൽക്കുന്ന ഈ കടക്കാരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവർ ദൃശ്യങ്ങൾ ഇന്നലെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. വിന്ധ്യ എന്നല്ലേ പേര്? എന്തായിരുന്നു വിന്ധ്യ ഇന്നലെ സംഭവിച്ചതെന്ന് പറയാമോ? നമ്മുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന ഇത്തായിരുന്നു. അങ്ങനെ സാധനം വാങ്ങിച്ച് ഒരുപാട് നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയപ്പം അനിയത്തി സ്കൂട്ടറിൽ വന്ന്, അപ്പോൾ അനിയത്തിയുടെ പുറകെ കയറി ഇരുന്നിട്ട് അവർ ക്രോസ് ചെയ്യുക, ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയപ്പോൾ തന്നെ ആ വണ്ടി വലിയ സ്പീഡിൽ റോങ് സൈഡിലൂടെ വന്ന് ആ ഇത്തായി ഇടിച്ചിട്ട് അനിയത്തി അപ്പുറത്തോട്ടും വീണ് ഇത്ത റോഡിലോട്ടും വീണ്. ഇപ്പം അടിയിലോട്ട് പെട്ടതേ ഉള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കരഞ്ഞ് പറഞ്ഞു വണ്ടി എടുക്കല്ലേ എന്ന്, അല്ലെങ്കിൽ നമുക്ക് ആ ഇത്തായി വലിച്ച് എടുക്കാമായിരുന്നു. ഇയാൾ അത് കേൾക്കാതെ 2-3 തവണ വണ്ടി പുറകോട്ട് മുന്നോട്ട് വിട്ട് ഉരച്ചിട്ട് ആ ഇത്താടെ ദേഹത്തൂടെ കയറ്റി അതിക്രൂരമായിട്ടായിരുന്നു അത് ചെയ്തത്. അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായ സുഖമില്ലാത്ത ഇത്തായ അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായെ അയാൾ കൊന്ന്, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ. പിന്നെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ വലിയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു മനുഷ്യജീവന് വില കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡോക്ടറുടെ അനുമതിയോടുകൂടിയാണല്ലേ ഇത് ചെയ്തത്. അത്രയും ക്രൂരമായിട്ടാണ് അവർ ആ ഇത്തായെ കൊന്നത്. വലിയത്ത് ഹോസ്പിറ്റലിലെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ അപകടം വരുത്തിയ കാറിലുണ്ടായിരുന്നത്. ഇതാണ് ഫൗസിയ ഓടിച്ചിരുന്ന സ്കൂട്ടർ. ഈ സ്കൂട്ടറിലാണ് ഫൗസിയയുടെ സഹോദരിയായ കുഞ്ഞുമോളെ കയറ്റിയിരുന്നത്. കുഞ്ഞുമോൾ പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. ഫൗസിയുടെ കൈക്ക് ഒടിവുണ്ട്. കുഞ്ഞുമോൾ നിലത്ത് വീണ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കാറ് നിർത്താതെ പോകുകയായിരുന്നു. ഇന്നലെ ഈ കസ്റ്റഡിയിലെടുത്ത, അതായത് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്: പേടി ആയതുകൊണ്ടാണ് നിർത്താതെ പോയത്. അത് നാട്ടുകാർ ഒരുപക്ഷെ അവർ കയ്യേറ്റം ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് മെയിൻ കാരണം. ചേട്ടൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു? അപകട സ്ഥലത്ത് സംഭവം ഇല്ലായിരുന്നു. ഞാനിങ്ങോട്ട് വരുന്ന സമയത്താണ് എൻ്റെ വാഹനമായി ആ വണ്ടി ഇടിച്ച വണ്ടി വിളി നിർത്താതെ പോയിട്ട് ഈ ഇടിച്ച വ്യക്തി സ്ത്രീയുടെ പുറത്തൂടെ വാഹനം കയറ്റി ഇറക്കിക്കൊണ്ട് അവർ പോകുമ്പോൾ ഞാൻ വാഹനമായിട്ട് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ വണ്ടി ഇടിക്കേണ്ടത്. ആ ഇടി വേറെ മതിലേ പോയാണ് ആ വണ്ടി ഇടിച്ചത്. വീണ്ടും മതിലിടിച്ചു. പിന്നെ വീണ്ടും നിർത്താതെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചിവിടെ എത്തുമ്പോഴാണ് വലിയ സംഭവങ്ങളായി അറിയുന്നത്. വലിയൊരു അപകടത്തിൽ നിന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ അത് ശക്തമായി നടപടികൾ സ്വീകരിക്കണമെന്നും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.